പ്രിയപ്പെട്ടവരെ, വചനം തിരുവചനം പ്രോഗ്രാമിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് കാണാൻ പോകുന്ന ക്രിസ്തീയ സഭ രൂപപ്പെട്ട ആദ്യ ദിവസങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിലെ പെന്തക്കോസ്തായെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയും അവരെല്ലാവരും ആത്മാവിനാൽ പൂരിതരാകുകയും ചെയ്തു. അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പലർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഞാനൊന്ന് പറയുകയാണ്. വലിയ ആരവമുണ്ടായി. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിരുന്നവരെ താന്താങ്ങളുടെ ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോഴേക്കും ചിലർ പറഞ്ഞു, ഇവർ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരല്ലേ എന്ന് പറഞ്ഞ് വിസ്മരിച്ചു ചിലർ. മറ്റു ചിലരാകട്ടെ, ഇവർ പുതുവീഞ്ഞ് കുടിച്ചിട്ട് ലഹരി പിടിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് എണീറ്റ് നിന്നുകൊണ്ട് പറയുന്നൊരു രംഗമാണ് അപ്പോസ്തല പ്രവർത്തനം 2:14. അവിടെ പറയുകയാണ്, ഹേ മനുഷ്യരെ, ഇവരാരും ലഹരി പിടിച്ചിട്ടല്ല, മറിച്ച് ജോയൽ ദീർഘദർശി പറഞ്ഞിരിക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. അവസാന നാളുകളിൽ സകല ജനങ്ങളുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവരുടെ പുത്രീപുത്രന്മാർ പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനമുണ്ടാകും, വൃദ്ധന്മാർ സ്വപ്നം കാണും എന്ന് വിശദീകരിക്കുന്ന ഭാഗമാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. പ്രത്യേകിച്ച് അവസാന നാളുകളിൽ സകല ജനങ്ങളുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം സകല മനുഷ്യരുടെ മേലും വർഷിക്കപ്പെട്ട ആത്മാവിനെ അനുഭവിച്ചറിയുന്ന ധാരാളം മനുഷ്യർ 2000 വർഷമായി നമ്മൾ കാണുന്നു. ആദ്യകാലത്ത് തന്നെ അപ്പോസ്തലന്മാരുടെയൊക്കെ ബോധ്യം, പൗലോസ്ലീഹയുടെ പ്രത്യേകിച്ചുള്ള ബോധ്യം, സകല ജനങ്ങളുടെ മേലും അവിടുന്ന് ആത്മാവിനെ വർഷിക്കും. ഇപ്പോൾ ലൂക്കാ സുവിശേഷങ്ങളിലൂടെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോസ്തല പ്രവർത്തനം 2:37 പറയുന്നത് അങ്ങനെയാണല്ലോ. പത്രോസ്ലീഹയുടെ പ്രസംഗം കേട്ട് മാനസാന്തരം ഹൃദയം നുറുങ്ങി അവർ ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപവിമോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ കർത്താവ് തൻ്റെ അടുത്തേക്ക് വിളിക്കുന്ന സകല ജനത്തിനും വേണ്ടിയുള്ളതാണെന്നാണ് ഈ പത്രോസ്ലീഹ പറയുന്നത്. ഈശോയുടെ ജനന സമയത്ത് മാലാഖമാർ വന്ന് ആട്ടിടയന്മാരോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ലൂക്കാ 2:10 നമ്മൾ കാണുന്നുണ്ട്, 10ഉം 11. അവിടെ പറയുകയാണ്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള ആനന്ദത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ സുവിശേഷം സകല ജനത്തിനും വേണ്ടിയുള്ളതാണ്. ക്രിസ്തു ഒരിക്കലും ക്രിസ്ത്യാനികളുടെ മാത്രം കുത്തകയല്ല, എല്ലാവർക്കും വേണ്ടിയുള്ളവനാണ്. കൊളോസ്സസ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്നൊരു രഹസ്യം ഇപ്പോഴവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി തന്നു. ആ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതീയരുടെ ഇടയിൽ എത്രയോ ശ്രേഷ്ഠമെന്ന് ഘോഷിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നതാണ്. ജീവദാതാവായ ആത്മാവായി ക്രിസ്തു ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന 4-5 ലക്ഷണങ്ങളാണ് യേശുവിൻ്റെ വരവിന് 720 വർഷങ്ങൾക്ക് മുമ്പ് ജോയൽ ദീർഘദർശി പറയുകയാണ്. ഇതാ അവസാന നാളുകളിൽ സകല ജനങ്ങളുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, അവരുടെ പുത്രീപുത്രന്മാർ പ്രവചിക്കും. എന്താണ് പ്രവചനം? ഒരു ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞാൽ അർത്ഥം, മാമോദീസായിലൂടെ അവൻ ഈ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ട് അവൻ്റെ ഉള്ളിലുള്ള ഈ ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് തന്നോടൊപ്പം ഉള്ള ആത്മാവിനെ കണ്ടെത്തുകയാണല്ലോ ചെയ്തത്. ആ ആത്മാവിൽ വളരുന്ന മനുഷ്യരെ എന്താണ് ഒന്ന് സംഭവിക്കേണ്ടത്? ആത്മാവിൽ ജീവിക്കുന്ന പരിശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ്റെ ലക്ഷണം 1, സകല ജനങ്ങളുടെ മേലും ആത്മാവിനെ വർഷിച്ചു കഴിയുമ്പോൾ അവർ പ്രവാചകന്മാരായി മാറുന്നു. എന്താണ് പ്രവചനം? പുതിയ നിയമത്തിലെ പ്രവചനം എന്ന് പറയുന്നത് തന്നെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാനും അപരനെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് അവരെ അറിയിക്കുകയും ചെയ്യുന്നതാണ് പ്രവചനം. വാസ്തവത്തിൽ 1981 ഒരു നവീകരണ ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴാണ് എന്നെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചുള്ളൊരു വ്യക്തത എനിക്ക് ലഭിച്ചത്. ഞാനൊരു 74 ഒരു ഏകസ്ഥ ജീവിതം നയിക്കുവാനായിട്ട് തീരുമാനമെടുത്ത ഒരാളാണ്. ഈശോസഭ വൈദികനാകാൻ ആഗ്രഹിച്ചു. എൻ്റേതല്ലാത്തൊരു കുറ്റം കൊണ്ട് എനിക്ക് സംഭവിച്ചില്ല. പിന്നീട് രൂപതയിൽ ചെന്നു, അവിടെയും നടന്നില്ല. മിഷന് പോകാൻ ആഗ്രഹിച്ചു, അവിടെയും നടന്നില്ല. അവസാനം എനിക്ക് മനസ്സിലായി, ഒരു പുരോഹിതനാകാനുള്ള വിളിയല്ല എൻ്റേതെന്ന്. എങ്കിൽ ഒരു പ്രേക്ഷിത ചൈതന്യം എൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം. സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്ന്. കാരണം 9ാം ക്ലാസ് മുതൽ ലീജൻ ഓഫ് മേരി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അതിൻ്റെ ഉദ്ദേശവാക്യം എന്നെ സ്പർശിച്ചതാണ്. ലോകത്തിനും അതിൻ്റെ നശീകരണ ശക്തികൾക്കുമെതിരായി തിരുസഭ നടത്തുന്ന സമരത്തിൽ നിസ്വാർത്ഥമായ സേവനം ചെയ്യുവാൻ സ്വയം സമർപ്പിതനായ ഒരു അൽമയൻ.
അപ്പോൾ ഈ ഒരു ബോധ്യത്തിലാണ് ഞാൻ 74 മുതൽ 81 വരെ പലപ്പോഴും ദിവസവും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും 15 ദിവസത്തിലൊരിക്കൽ കുമ്പസാരിക്കുകയും സ്പിരിച്വൽ റീഡിങ്, അതോടൊപ്പം തന്നെ ലീജൻ ഓഫ് മേരിയുടെയും വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിലൊക്കെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൊക്കെ ഞായറാഴ്ച ദിവസം മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ധ്യാനം കൂടി ഒരു ആത്മനിറവ് ലഭിച്ചപ്പോഴാണ് എനിക്ക് വളരെ വ്യക്തത കിട്ടിയത്. എൻ്റെ ജീവിതം ഒരു സുവിശേഷ പ്രചാരണത്തിന് വേണ്ടി ഉള്ളതാണെന്നുള്ളതിൻ്റെ വ്യക്തത അതിങ്ങനെയാണ്. ഞാൻ ഓർക്കുന്നിപ്പോഴും ആ ധ്യാനത്തിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴേ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവർ കർത്താവ് ഈ മകനെ ഒരു ആത്മനിറവ് കൊടുക്കണമേ, ഇവന് മാനസാന്തരം ഉണ്ടാവണേ. കാരണം 29 പേര് ആലപ്പുഴ മാർക്കറ്റിലെ പിള്ളേരെ കൂട്ടിക്കാണ് ധ്യാനം നടത്തിയത്. അതിനകത്താണ് ഞാൻ ഡെയിലി പള്ളിയിൽ പോവുകയും 15 ദിവസത്തിലേക്ക് കുമ്പസാരിക്കുകയും ഏതാണ്ട് വളരെ നിഷ്ഠയുള്ള ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുന്ന ഞാനും ചെന്ന് പെട്ടത്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളാണ് അവിടെ ഉള്ളവർ. അവർ ചോദിച്ചു, എടാ ഭക്ത, നീ എന്തിനാണ് ഈ ധ്യാനം കൂടാൻ വന്നത്? ഞാൻ അവരോട് പറഞ്ഞു, ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. 3 ദിവസം അവിടെ ഇരുന്ന് വായിച്ച ബൈബിൾ 5 പ്രാവശ്യം ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ഞാനാണ്. പുതിയ നിയമം 5 പ്രാവശ്യം ഒന്ന് വായിച്ചിട്ടാണ് ധ്യാനം കൂടാൻ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പറയുന്ന പല വചനങ്ങളും ഞാനിങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത ആൾക്കാർക്ക്. അവസാനം അച്ഛൻ പറഞ്ഞു, താൻ ധ്യാനിക്കാമെന്നാണോ ധ്യാനിപ്പിക്കാമെന്നാണോ? ധ്യാനിക്കാമെന്നാണെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നു. 28 പേരും കുമ്പസാരിച്ചിട്ട് ഞാൻ കുമ്പസാരിച്ചില്ല. അപ്പോൾ അച്ഛൻ വിളിപ്പിച്ചു, എന്താണോ താൻ കുമ്പസാരിക്കാത്തത്? അച്ഛൻ വിചാരിക്കുന്ന പോലെയല്ല, ഞാനൊരു സന്യാസ സ്പിരിച്വാലിറ്റി ഉള്ള ഒരു അൽമേനാണ്. ഞാൻ കുമ്പസാരിക്കുന്ന 15 ദിവസത്തിലൊരിക്കലാണ്. ഇപ്പോൾ 8 ദിവസമായിട്ടുള്ള കുമ്പസാരിച്ചിട്ട് ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് കുമ്പസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത്രയും വചനം പ്രസംഗിച്ചിട്ടും തനിക്ക് കുമ്പസാരിക്കാനുള്ള വിഷയം കിട്ടിയില്ലെന്നോ, ഇതൊരു പ്രത്യേക സൃഷ്ടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്കം പറഞ്ഞ് ഓടിച്ചു അച്ഛൻ. ഞാൻ അവിടുന്ന് തിരിച്ചു വന്നിരിക്കുമ്പോഴാണ് അച്ഛൻ കുറേ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ പറഞ്ഞു വിട്ടു. കാവാലത്തുള്ള കുറേ സ്ത്രീകളാണ്, കുറേ അമ്മച്ചിമാർ വന്ന് എന്നെ വിളിച്ചു. അവരെല്ലാവരും കൂടെ എൻ്റെ തലയെ കൈവച്ച് കുറേ പേരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവേ, ഇതുവരെ അച്ഛന്മാർ മാത്രമേ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചുള്ളൂ, ഇപ്പോൾ പെണ്ണുങ്ങളും കൈവെക്കാൻ തുടങ്ങി. ഇതെന്തൊരവസ്ഥയാണ്. എനിക്ക് കരിസ്മാറ്റിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു, പ്രത്യേകിച്ച് ഈ കൈവെപ്പും സ്തുതിപ്പും ഒക്കെ എനിക്ക് ഇഷ്ടമില്ല അൽമേര് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പെണ്ണുങ്ങൾ കൈവച്ചപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. പക്ഷേ അവർ കൈവച്ച് പ്രാർത്ഥിച്ച സമയം എനിക്ക് പറയാൻ പറ്റും, ആ ഒരു സ്ത്രീ വിളിച്ചു പറയുകയാണ്, എൻ്റെ മകനെ, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. എന്നിൽ നിന്നും കേട്ടവ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങൾ തലയിടാറില്ല. വേറൊരു അമ്മച്ചി അവിടെ നിന്ന് പറഞ്ഞു, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1 മുതലുള്ള വാക്യങ്ങളാണ് മോനെ ഇപ്പോൾ ഈ അമ്മച്ചി പ്രവചന രൂപേണ പറഞ്ഞത്. നിനക്ക് വല്ലതും മനസ്സിലായോ? കർത്താവ് പറയുകയാണ്, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കണം. മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കണം. എനിക്ക് വലുതായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും എന്നെ സ്പർശിച്ചൊരു കാര്യമുണ്ട്. 74 സെപ്റ്റംബർ മാസം 7-ാം തീയതി ഞാൻ പറഞ്ഞു, മറിയത്തിൻ്റെ കൊടിക്കീഴിൽ യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഒരു യോദ്ധാവായി അമ്മയെ ക്യാപ്റ്റനായി എടുത്ത് ഞാനൊരു പടയാളിയായി മരിയ സൈനികനായി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാ മറ്റാരോടും പറയണം, എൻ്റെ മാതാപിതാക്കളോട് മാത്രം ജീവിതത്തിൻ്റെ സമർപ്പണം, സഭയോടും സാമ്പത്തിക സമർപ്പണം കുടുംബത്തോടൊന്നും മാത്രം പറഞ്ഞിട്ടുണ്ട്. എന്നോട് വിവാഹം കഴിക്കാൻ പറയരുത്, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് കാലക്രമേണ മനസ്സിലാകണേ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ അമ്മച്ചിമാരുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു ആത്മനിറവിൻ്റെ അനുഭവമുണ്ടായി. ആ നിറവ് എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടും നിലപാടും മാറ്റി. അന്ന് വരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് എനിക്കുണ്ടാകാനിടയായി. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ കൈവപ്പിലൂടെ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ, മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരും ഇത് മാമോദീസ സ്വീകരിക്കാത്ത അക്രൈസ്തവർ പോലും പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ വർഷിച്ചിട്ടുണ്ട്. അവർ യേശുക്രിസ്തുവിനെ രക്ഷിതാവുന്നാഥനുമായി സ്വീകരിക്കുമ്പോൾ ആത്മനിറവിൻ്റെ അനുഭവം അവർക്കും ഉണ്ടാകാം. അപ്പോസ്തല പ്രവർത്തനം 10:44 അത് പറയുന്നുണ്ട്. പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ മാമോദീസായ്ക്ക് മുമ്പ് അവരതുവരെ മാമോദീസ സ്വീകരിച്ചിട്ടില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു എന്ന് പറഞ്ഞാൽ സകല ജനത്തിൻ്റെ മേലും ആത്മാവിനെ വർഷിച്ചത് അവിടെ സംഭവിച്ചു. ഇതെനിക്ക് മനസ്സിലായി. അവിടെ നിന്ന് മടങ്ങി ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത്, ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വീകരിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ ഒന്ന്, എന്നെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ അന്ന് ഡിപ്ലോമ പാസ്സായ ഒരാൾ ഒരു തീപ്പെട്ടി കമ്പനി, ഒരു ടെക്നീഷ്യനായിട്ട് പോസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും തീപ്പെട്ടി കമ്പനിയിൽ കൊണ്ടുനിരത്തുന്ന ജോലിയായിരുന്നു. അവിടെ മരുന്ന് മുക്കാനും അവിടുത്തെ ഫോർമാനായി ജീവിക്കാനും ഒക്കെ എന്നെ പ്രേരിപ്പിച്ചത് ഈ ആത്മനിറവാണ്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുന്നത് ഞാനൊരു ഉദ്യോഗസ്ഥനാകുന്നതോ ഞാൻ ഇവിടെ എന്തെങ്കിലും ആകുന്നതോ അല്ല, മറിച്ച് മറ്റുള്ളവരെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുക. പിന്നെയുള്ളവരെ കമ്പനിയിൽ 82 തൊഴിലാളികളുണ്ടായിരുന്നു. പതുക്കെ ഞാൻ അവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, സ്വർഗത്തിന് അവകാശികളാണ്,
നമ്മൾ സ്വർഗത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്. സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ഭൂമിയിൽ ജീവിതം കഴിക്കേണ്ടവരാണ്. നമ്മൾ ദൈവമക്കളാണ്. ഇതൊക്കെ കുറേശ്ശെ പറഞ്ഞു കൊടുത്തു. എനിക്ക് പറയാൻ പറ്റും, ഇന്ന് 11 പേര് അവിടെ നിന്ന് കന്യാസ്ത്രീകളായി. അതിലെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ് തീപ്പെട്ടി കമ്പനി കൊണ്ടുനിർത്തിക്കൊണ്ടിരുന്നൊരു കുട്ടി. വളരെയധികം പേര് ജീവിതത്തിലെ പല മേഖലകളിലും വരികയും ഒരാൾ ഡൽഹിയിൽ വെച്ച് ഞാനൊരു കന്യാസ്ത്രീയെ കാണാനിടയായി. ആ കുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, സാറേ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ സിനിമോളാണ്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് തീപ്പെട്ടി കമ്പനി വന്നിരുന്ന കുട്ടിയാണ്. അവൾ ജർമ്മനിയിലാണ്. അവിടെ ഗ്രാമങ്ങളിലെ ഭരതനാട്യത്തിലൂടെയൊക്കെ ആളുകളെ ഒരുമിച്ച് കൂട്ടി, പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി അവർക്ക് സുവിശേഷം പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മിഷണറിയാണ് അവൾ. ഞാൻ പറയുന്നത്, ഒരു കൊച്ചു തീപ്പെട്ടി കമ്പനിയുടെ വന്നിരുന്ന തൊഴിലാളികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് എത്താൻ കാരണം എന്നെ സംബന്ധിച്ച് ദൈവഹിതം എന്താണെന്ന് അറിഞ്ഞപ്പോൾ കർത്താവ് അന്ന് എന്നോട് പറഞ്ഞ സംഭവം, അതായത് എന്നിൽ നിന്നും കേട്ടവ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. ഇന്ന് കേരളത്തിലെ ഈ 32 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ നേതൃത്വ പരിശീലനത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാൾ ഞാൻ തന്നെയാണ്. നമ്മുടെ കരിസ്മാറ്റിക്കാർക്ക് മാത്രമല്ല, വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിലാണെങ്കിലും, ലീജൻ ഓഫ് മേരിയിലാണെങ്കിലും, കുടുംബ യൂണിറ്റ് ഭാരവാഹികളാണെങ്കിലും, മതാധ്യാപകരാണെങ്കിലും, സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണെങ്കിലും നേതൃത്വ പരിശീലനത്തിലേക്ക് കർത്താവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നമ്മൾ ഈ വായിച്ച ഭാഗം ഒന്ന് തന്നെ സംബന്ധിച്ച് ദൈവഹിതം എന്താണെന്ന് ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അയാളിലൂടെ അനേകർ ദൈവഹിതമെന്തെന്നറിയും. ആയിരക്കണക്കിന് മനുഷ്യരെ ജീവിതത്തിൻ്റെ വഴിതിരിക്കുവാൻ കർത്താവ് എന്നെ ഉപയോഗിച്ചു. എനിക്കതിലൊത്തിരി കർത്താവിൻ്റെ അന്നത്തെ അഭിഷേകത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. ഇന്നും കർത്താവ് അങ്ങനെ കൊണ്ടുപോകുന്നു. രണ്ടാമത്തെ കാര്യം, പ്രിയമുള്ളവരെ, രണ്ടാമത് പറയുകയാണ്, അവരുടെ യുവാക്കൾക്ക് ദർശനമുണ്ടാകും. എന്താണ് യുവാക്കൾക്ക് ദർശനമുണ്ടാകുന്നത്? എന്താണ് ദർശനം? ഇതും പല ക്രൈസ്തവരും ഇന്ന് അനേകരുണ്ട്. കേരള സഭയിലെ ധാരാളം പേര് നല്ല ദർശനമുള്ള ക്രിസ്ത്യാനികളുണ്ട്. ധാരാളം പ്രവാചകരുമുണ്ട്. അൽമേയർ വാസ്തവത്തിൽ 1980 ശേഷം കേരള സഭയിൽ എത്രയോ അൽമേയർ വചനപ്രഘോഷകരായി മാറി. മറ്റൊന്നും കൊണ്ടല്ല, ആത്മനിറവ് ലഭിച്ചപ്പോൾ അവർക്ക് കർത്താവ് പ്രവചനത്തിൻ്റെ ആത്മാവിനെ നൽകി. ഒപ്പം ഇതാ ദർശനമുണ്ടാകും. എന്താണ് ദർശനം? ഉള്ളിലെ കണ്ണിൻ്റെ കാഴ്ചയാണ് ദർശനം. വാസ്തവത്തിൽ ഉൾക്കണ്ണുകൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണു തുറന്ന് സത്യത്തെ തിരിച്ചറിയുവാൻ കഴിയുക. പരിശുദ്ധാത്മാവിന് നിറവ് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് ഉള്ളിലെ കണ്ണ് തുറന്ന് കിട്ടുന്നു. അവൻ ദർശനമുള്ളവനായി മാറുന്നു. ബാഹ്യമായി കാണുന്നതല്ല, കണ്ണുകൊണ്ട് കണ്ടും ചെവി കൊണ്ട് കേട്ടും ഗ്രഹിക്കുന്നതല്ല അവൻ മനസ്സിലാക്കുന്നത്. അവൻ്റെ ഉള്ളിലെ കണ്ണ് തുറന്ന്, അതായത് ആത്മാവിന് കണ്ണ് തുറന്ന് അവന് ദർശിക്കാൻ സാധിക്കുന്നു. ദർശനം നമുക്ക് ബൈബിളിലേക്ക് നോക്കിയാൽ ഒത്തിരി പേരെ കാണാൻ സാധിക്കും. ദർശനങ്ങൾ, അതായത് ഹാഗാർ സാറായുടെ പീഡനം സഹിക്കവയ്യാതെ ഇതാ മരുഭൂമിയിലൂടെ ഓടുകയാണ്. മരുഭൂമിയിലൂടെ ഓടുന്നവളെ പുറകിൽ നിന്നുള്ളൊരു സ്വരം കേൾക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എങ്ങോട്ട് പോകുന്നു? നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ എൻ്റെ യജമാനത്തിയെ ഭയന്ന് ഓടുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് കർത്താവ് അവളോട് പറഞ്ഞു, നിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന ശിശു ഒരു കാട്ടുകഴുതയ്ക്ക് സമാനനാണ്. അനേക ജനതകളുടെ കരം അവനെതിരെ ഉയരും. അവൻ്റെ കരം അനേക ജനതകൾക്കെതിരെ ഉയരും. ആ ഒരു ദർശനം ആ പെൺകുട്ടിയെ ഇതാ തിരിച്ചു വന്ന് യജമാനത്തിയോടുകൂടി കുഞ്ഞിന് ജനിക്കുന്നത് വരെ താമസിക്കുവാനും അവിടുത്തെ എല്ലാ റിസ്ക്കും ഏറ്റെടുക്കാൻ അവളെ സഹായിച്ചത് അവരൊറ്റ ദർശനമാണ്. ഉൾക്കണ്ണിൻ്റെ കാഴ്ച അവളുടെ ജീവിതശൈലി മാറ്റി. ഇതുപോലെ ബൈബിളിലേക്ക് നോക്കിയാൽ വളരെയധികം പേരെ കാണാം നമുക്ക്. പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദൈവദൂതൻ അവളെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾക്ക് ഗബ്രിയേൽ ദർശനമുണ്ടായി. തീർച്ചയായിട്ടും ദൈവദൂതനെ കണ്ണുകൊണ്ടല്ല, ഈ മണ്ണുകൊണ്ട് നിർമ്മിച്ച ശരീരം കൊണ്ടല്ല മനസ്സിലാക്കുന്നത്. കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയല്ല. അവളുടെ ഉൾക്കണ്ണ് തുറന്ന് ആ ശബ്ദം കേട്ടു, ഇതാ നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകാൻ പോകുന്നു, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, നിന്നിൽ നിന്ന് ജനിക്കുന്ന ശിശു ദൈവം മനുഷ്യരെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ മറിയത്തിൻ്റെ ഉള്ളിൽ ദർശിച്ചു. നമ്മളൊന്ന് ഓർത്ത് നോക്കുക. ആ ദർശനം മറിയത്തെ കേട്ടത്, ആ സ്വരം കേട്ടതേ മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിച്ചു. ഇത് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. മറിയം പറയുകയാണ്, എൻ്റെ ഉള്ളം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. ആർക്ക് ദർശനമുണ്ടാകുന്നുവോ അവൻ്റെ കാഴ്ചപ്പാടിന് മാറ്റമുണ്ടാകും, അവൻ്റെ ജീവിതത്തിൻ്റെ നിലവാരത്തിന് മാറ്റമുണ്ടാകും. ഈ നസ്രത്തിലെ കന്യക ഗബ്രിയേൽ ദൈവദർശനം ഉണ്ടായ ഉടനെ എന്താ സംഭവം? നിസ്സാരമാണ്. നമ്മളൊന്ന് ഓർത്തു നോക്കുക. ഒരു പെൺകുട്ടിയുടെ ഒത്തുകല്യാണം കഴിഞ്ഞു. ആ രാത്രിയിൽ അവൾ പ്രാർത്ഥന കഴിഞ്ഞു. അമ്മയും ബന്ധുക്കളും ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. പെൺകുട്ടി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അമ്മ വന്ന് വിളിക്കുന്നു, മകളെ ഭക്ഷണം കഴിക്കാം. അവൾ പറയുകയാണ്, ഗബ്രിയേൽ ദൈവദൂതൻ വന്ന അമ്മേ, ഞാൻ ഗർഭിണിയായി. ഏത് അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും? വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ദിവസം ഇത് സംഭവിച്ചാൽ. മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് ആ ദർശനം അവളെ ഒരിക്കലും അത് എല്ലാവരും കൂടി നിനക്ക് ദർശനം കിട്ടിയോ എന്ന് പറഞ്ഞ് പൂവിട്ട് പൂജിക്കാനല്ല.
സ്വന്തം ബന്ധുക്കൾക്ക് പോലും ഒരുപക്ഷെ അവളെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ദർശനം ലഭിച്ച വ്യക്തി. പക്ഷേ മറിയം അന്ന് എലിസബത്ത് 6 മാസം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അവിടെ നിന്ന് 150-ലേറെ കിലോമീറ്റർ യാത്ര ചെയ്ത് ഇതാ അവിടെ എത്തുന്നു. ഇത്രമാത്രം വലിയ ത്യാഗം ചെയ്ത് ഓടാൻ കാരണം അവളുടെ ദർശനമാണ്. ഉള്ളിലെ കണ്ണുകൊണ്ട് ദൈവത്തിൻ്റെ ദർശനം ലഭിക്കുന്ന വ്യക്തികൾ ജീവിതത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കപ്പെടുവാനും ദൈവം ദർശനത്തിലൂടെ നൽകിയ വെളിപാടുകൾ സാർത്ഥകമാക്കുവാനും ജീവിതത്തിൻ്റെ റിസ്ക് അവർക്കൊരു വിഷയമായിരിക്കില്ല. ഇത് കണ്ടില്ലേ, മറിയ അവിടെ പോയി താമസിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നു മാതാവ് പ്രസവിക്കുവാനായി, കുഞ്ഞിനെ പ്രസവിക്കുവാനായി ബെത്ലഹേമിൽ പോയ സംഭവം. ചാർച്ചക്കാരുടെ വീടുകളിലൊക്കെ മുട്ടുവിളിച്ചു, ആരും അവൾക്ക് അഭയം കൊടുത്തില്ല. എന്തിനധികം ഇതാ സത്രത്തിലെങ്കിലും സ്ഥലം കിട്ടുമെന്ന് നോക്കി, അവിടെയും അവൾക്ക് ലഭിച്ചില്ല. കന്നുകാലികളോടുകൂടി പശുത്തൊഴുത്തിൽ ഇതാ അല്ലെങ്കിൽ പാറമടയ്ക്കുള്ളിൽ ഇതാ മറിയം പ്രസവിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവദർശനം ഉണ്ടാകുന്ന വ്യക്തികൾ ആ ദർശനം അവരെ കൊണ്ട് ഏത് റിസ്ക്കും എടുക്കാൻ പ്രേരിപ്പിക്കും. ഇവിടെ അതാണ് മറിയം ചെയ്തത്. ആ കുഞ്ഞിനെ വളർത്തുക എന്നത് മറിയത്തിൻ്റെ ലക്ഷ്യമാണ്. ഇനിയുമുണ്ട്. അവിടെ നിന്ന് ഈജിപ്തിലേക്ക് ഓടുന്നു, പിന്നെ നസ്രത്തിലേക്ക് പോകുന്നു, അതിനുശേഷം 12 വയസ്സിൽ കാണാതെ പോകുന്നു. എന്തിനധികം 33-ാമത്തെ വയസ്സിൽ ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ പുത്രനെ കുരിശും ചുമത്തി അടിച്ചും തൊഴിച്ചും കൊണ്ടുപോകുന്ന കാഴ്ച, അവൻ്റെ അസ്ഥികൾ എണ്ണുവാൻ തക്കവണ്ണം മാംസകണങ്ങൾ ഛിന്നഭിന്നമാകുമാറ് അടിയേറ്റ് തകർന്ന പുത്രനെ പിൻചൊല്ലുന്ന മാതാവ്. എന്തുകൊണ്ട് ഇത്രയും അവൻ്റെ പിന്നാലെ പോകുവാൻ മറിയത്തെ പ്രാപ്തമാക്കിയത്? ഒരു ദൈവദർശനമാണ്. പ്രിയമുള്ളവരെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ വന്ന് നിറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ദൈവദർശനമാണ്. ദൈവത്തിൻ്റെ ഉൾക്കണ്ണുകൊണ്ട് കാണാനാണ്. ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല. ദൈവവുമായ ഗാഠബന്ധം പുലർത്തുന്ന ഏകജാതനാണ് അവനെ നമുക്ക് വെളിപ്പെടുത്തി തന്നെന്ന് പറഞ്ഞത്. അവൻ പിതാവിൽ നിന്നും കേട്ട് പിതാവിൽ നിന്നും വെളിപാട് സ്വീകരിച്ചു. അതേ ആത്മാവിനെ നമുക്ക് തന്നുകൊണ്ട് ദൈവത്തെ ദർശിക്കുവാനും സ്വർഗത്തിൻ്റെ ശക്തികൾ അറിയുവാനും നമ്മളെ ദൈവം പ്രാപ്തരാക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാട് മാറി. കണ്ടില്ലേ, നസ്രത്തിലെ കന്യക ഇനി അതിനു വേണ്ടിയാണ് അവൾ ജീവിക്കുന്നത്. ഇതുപോലെ അനേകരെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ദർശനങ്ങൾ പലപ്പോഴും പലരെയും പല വിധത്തിലും കുഴപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ചില ദർശനങ്ങൾ കിട്ടിയാൽ അവർക്ക് ധാരാളം റിസ്ക് എടുക്കേണ്ടി വരും അതിൻ്റെ പിന്നിൽ. അതങ്ങനെയാണ്. ദൈവദർശനം ലഭിച്ചിട്ടുള്ളവർ എപ്പോഴും ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് കൂടെ കടക്കാം. ദൈവദർശനം ലഭിക്കുന്ന വ്യക്തികളുടെ കാഴ്ചപ്പാടിന് മാറ്റമുണ്ടാകും, നിലപാടിനും മാറ്റമുണ്ടാകും. ഞാൻ ഓർക്കുകയാണ്, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഒരിക്കൽ ഞാൻ ഒരു നല്ല മഴ പെയ്യുന്ന സമയം, വീട്ടിലെ ചോർന്നടിക്കുന്ന സമയമാണ്. ഞാൻ കുമ്പിള് കുത്തി, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള വചന വഴിയിൽ ഇവിടെ കുമ്പിള് കുത്തി വെള്ളം വിടാതിരിക്കുന്ന അതിനകത്തിരിക്കുമ്പോഴാണ് ഞാനവിടെ നിന്ന് ചിന്തിച്ചു, കഥാവേ, ഈ ടാറ്റായുടെയും ബിർളയുടെയും മക്കളൊക്കെ ഇപ്പോൾ AC റൂമിൽ കഴിയുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ കീറപ്പായടകത്തിരുന്ന് മഴ പെയ്തിട്ട് എൻ്റെ അമ്മച്ചിയും 3 സഹോദരങ്ങളും ചോരാത്തെടുത്തിരിക്കുക, എനിക്ക് ചോരാത്ത ഇടമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കുക. മുറവിട്ട് പോളിടെക്നിക് പഠിക്കുന്ന പുസ്തകത്തിൽ വെള്ളം വിടാതിരിക്കാൻ വേണ്ടി ഒരു തേയിലപ്പെട്ടിയുടെ മുകളിൽ കമത്തി വെച്ചിട്ട് ഇരുന്നുകൊണ്ട് ചിന്തിക്കുക, എന്തുകൊണ്ട് അങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഹൃദയപൂർവ്വമായ ഒരു അന്വേഷണം. ഞാൻ കാണുന്നത് ലാസറിൻ്റെയും ധനവാൻ്റെയും ഉപമ ദർശനമാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ആ ധനവാൻ അവിടെ നിന്ന് ലാസറിൻ്റെ വിരൽത്തുമ്പം തൊട്ട് ഒരു തുള്ളി വെള്ളമെങ്കിലും കൊടുക്കാനായിട്ട് പറയുന്ന കാര്യവും സഹോദരന്മാരുടെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ പറയുന്ന കാര്യമൊക്കെ എൻ്റെ മനസ്സിലൂടെയും കടന്നുപോയി. അതൊരു ചിത്രമാണോ ദർശനമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ജീവിതത്തിൻ്റെ നിലപാട് മാറി. അന്ന് മുതൽ ജീവിതത്തിൽ ഒരിക്കലും ഇല്ലായ്മ എന്നെ ഭരിച്ചിട്ടില്ല. ഇന്ന് വരെ എന്ത് നഷ്ടപ്പെട്ടാലും എന്തെല്ലാം സംഭവിച്ചാലും പഠിച്ചിരുന്ന സമയത്ത് 3rd ഇയറിൽ പഠിക്കുമ്പോഴേ 3-ാം വർഷം പരീക്ഷ എഴുതാൻ പറ്റാതെ വന്നു. ആ പരീക്ഷ എഴുതാൻ പറ്റാതെ വന്നതെന്നൊരു സാമ്പത്തിക സ്ഥിതി കൊണ്ട് തന്നെയാണ്. യാതൊരു വിഷമവും തോന്നിയില്ല. ഉള്ളിൽ ദുഃഖമുണ്ടായി. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട്. അത് കഴിഞ്ഞ് 2ാമത്തെ തവണ എഴുതിയപ്പോൾ EM and MI എന്ന് പറയുന്ന ഒരൊറ്റ പേപ്പറിന് മാത്രം തോറ്റത്. 3ാമത് പാസ്സായിട്ട് 3 വർഷക്കാലം ജോലിയില്ലാതെ തീപ്പെട്ടി കമ്പനി ജോലി ചെയ്യേണ്ടി വന്നത്. ഈ സാഹചര്യങ്ങളൊക്കെയും ഞാൻ തീപ്പെട്ടി കമ്പനി പണിത സമയത്താണ് ഏറ്റവും കൂടുതൽ മനുഷ്യരെ വ്യക്തിപരമായി യേശുക്രിസ്തുവിലേക്ക് ആനയിച്ചത്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, അത് നമ്മുടെ ജീവിതത്തെയും കാഴ്ചപ്പാടിനെ മാറ്റും. 2ാമത്, ക്രിസ്തീയ ജീവിതത്തിലെ ദർശനം കിട്ടിയ വ്യക്തികൾക്കറിയാം കാലുകൾ തറയിലാണെങ്കിലും മുകളിൽ പിടിയുണ്ടായിരിക്കണമെന്ന്. സ്വർഗത്തിൽ പിടിയുള്ളവരാണ് ക്രിസ്ത്യാനികൾ. യാക്കോബിൻ്റെ ഏണിയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ യാക്കോബ് വീട്ടിൽ നിന്നും ഇതാ ജ്യേഷ്ഠനെ ഭയന്ന് ഓടി വഴിയെ വന്ന് തളർന്ന് വഴിയരിയിൽ കിടക്കുകയാണ്, ഒരു കല്ലും തലക്കിൽ വെച്ചുകൊണ്ട്. അവൻ കാണുന്നൊരു ഏണി. ഗോവണിയിലെ ദൈവദൂതന്മാർ താഴോട്ടിറങ്ങും മുന്നോട്ടും കയറുകയും ചെയ്യുന്നു. അതിൻ്റെ അടിത്തട്ട് ഭൂമിയിലാണെങ്കിലും തല മുകളിലാണ്, സ്വർഗത്തിലാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് ക്രൈസ്തവ ജീവിത ദർശനമുള്ള ഒരു വ്യക്തി. ആ
ആത്മനിറവ് ലഭിച്ച ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് കാലുകൾ തറയിലാണെങ്കിലും സ്വർഗത്തിൽ പിടിയുള്ളവനായിരിക്കണം. സ്വർഗത്തിൽ പിടിയുണ്ടെങ്കിൽ മാത്രമേ അവന് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ എന്താണ് സ്വർഗത്തിൽ പിടിയുണ്ടാകുക എന്ന് പറയുന്നത്? പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുന്നു, ഒരിക്കലും ചില ആൾക്കാർ ധ്യാനമൊക്കെ കൂടി കഴിയുമ്പോഴേ അവർക്ക് ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും കേട്ട് സംതൃപ്തിയായി കഴിയുമ്പോഴേ, എൻ്റെ സുഹൃത്തുക്കളെ എനിക്കറിയാം, ചിലർക്ക് ആദ്യകാലത്ത് ധ്യാനം കൂടി പരിശുദ്ധാത്മാവിനെ ലഭിച്ചു, അവർ ഓടി നടന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് ചിലപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാക്കി അവർക്ക് ജോലി കൊടുത്തു. അങ്ങനെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ കല്യാണം കഴിച്ചു സർക്കാർ ഉദ്യോഗസ്ഥയെ. അങ്ങനെ രണ്ടുപേരും ജോലിക്കാരായി കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളെ നോക്കണം, സ്കൂളിലെ ജോലിയായി, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ജോലിയായി, അല്ലെങ്കിൽ എവിടെയെങ്കിലും സർക്കാർ ഉദ്യോഗമായി. ഇതും പറഞ്ഞ് അവർ പണ്ടത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് പതുക്കെ 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 പുറകോട്ട് പോയി. ഇങ്ങനെ പോയ ആൾക്കാർ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ ഞങ്ങൾ പ്രവർത്തിച്ചോളാം എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം ഒരിക്കലും ഞാൻ ഒരാൾ ചോദിച്ചോ പറയാണ്, എൻ്റെ രണ്ടാമത്തെ മകന് പട്ടിയോട് ഭയങ്കര പ്രേമമാണ്, അവൻ 16,000 രൂപയുടെ ഒരു പട്ടിയെ വാങ്ങിച്ച് തന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പോകാൻ സമയമില്ല. പ്രിയമുള്ളവരെ, കാലിൽ നടക്കുന്ന ചില പ്രഘോഷകരാണിത്. സ്വർഗത്തിൽ പിടിയുള്ളവരെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് ഭൂമിയിലെ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ സ്വർഗത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, എത്രയോ പേര് എനിക്കറിയാം, വലിയ ഗസറ്റഡ് ഓഫീസേഴ്സ് അവരുടെ ജോലി ചെയ്യുന്നതിനിടയിൽ സമയം കണ്ടെത്തി അവർ സുവിശേഷ പ്രചാരണത്തിന് വേണ്ടി എവിടെയൊക്കെയോ പ്രവർത്തിക്കുന്ന ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് ദർശനം ലഭിക്കുമ്പോൾ കാലുകൾ തറയിലാണെങ്കിലും സ്വർഗത്തിൽ പിടിയുള്ളവരായിരിക്കണം. മൂന്നാമത്തത്, ദൈവദർശനമുള്ള ഒരാളുടെ ലക്ഷണമാണ് അയാൾ നിത്യജീവനുള്ള വ്യക്തിയായിരിക്കും. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമുക്കെല്ലാവർക്കും നിത്യജീവൻ പ്രദാനം ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ഒരാൾ എപ്പോഴും നിത്യതയിലേക്ക് നോക്കിക്കൊണ്ട് മാത്രമേ ജീവിക്കൂ. ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അതോടൊപ്പം തന്നെ നിത്യജീവനാണ് നമ്മൾ കണ്ടെത്തേണ്ടതിന് തെളിവായിട്ട് 17-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു: ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. അങ്ങ് അവർക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് അവരുടെ വയറ് നിറയട്ടെ. അവരുടെ മക്കൾക്ക് സമൃദ്ധി ഉണ്ടാകട്ടെ. മിച്ചമുള്ളത് പേരക്കിടാങ്ങൾക്കും കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ മർത്യരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നാണ് സങ്കീർത്തനം പ്രാർത്ഥിച്ചത്. കാരണം പരിശുദ്ധാത്മാവുള്ള ഒരാളിനെ അറിയാം, ഇഹലോക ജീവിതം മാത്രമല്ല എൻ്റെ ഓഹരിയെന്ന്. എനിക്ക് സ്വർഗത്തിൽ, അതായത് പത്രോസ്ലീഹ പറയുന്നത് പോലെ, യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴിയായി സജീവമായ പ്രത്യാശയിലേക്കും സ്വർഗത്തിൽ നമുക്കായി കാത്തു സൂക്ഷിക്കുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ ഒരു അവകാശത്തിലേക്ക് അവിടുന്ന് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഈ സ്വർഗത്തിൻ്റെ പ്രത്യാശയിൽ ജീവിക്കുവാൻ ദൈവദർശനം നമ്മളെ ഏറെ സഹായിക്കും. പിന്നീടെന്നുള്ളത്, പ്രിയമുള്ളവരെ, ദൈവദർശനം ലഭിക്കുന്നവരുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ആർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നുവോ അവൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദമുള്ളിലുള്ളവനായിരിക്കും. പ്രിയമുള്ളവരെ, ഉള്ളു തുറന്ന് ചിരിക്കണമോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കടന്നു വന്ന് ദൈവദർശനം തരുമ്പോൾ നമുക്കുള്ളിൽ ആനന്ദം കിട്ടും. ഈ ആനന്ദമാണ് വാസ്തവത്തിൽ പൗലോസ്ലീഹ പറയുന്നില്ലേ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ അകറ്റും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, ആപത്തോ, നഗ്നതയോ, വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ദിവസം മുഴുവൻ ഞങ്ങൾ കൊലയ്ക്കുള്ള ആടുകളെപ്പോലെ ഞങ്ങൾ ഗണിക്കപ്പെടുന്നു. എങ്കിലും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം അവയിലെല്ലാം പൂർണ്ണ വിജയം വരിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആയതിനാൽ മരണത്തിനോ ജീവനോ ഇന്നുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ അധികാരങ്ങൾക്കോ ആധിപത്യങ്ങൾക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള ദൈവസ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റുക സാധ്യമല്ല. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് വഴി ദൈവദർശനം ലഭിക്കുമ്പോഴുണ്ടാകുന്നൊരവസ്ഥയാണിത്. റോമാലേഖനം 5:6 പറയുന്നുണ്ടല്ലോ, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. പരിശുദ്ധാത്മാവ് വഴി ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കപ്പെട്ടിരിക്കുന്നു. ആ സ്നേഹം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ ആനന്ദമുള്ളവരായിരിക്കും. 5-ാമത്തെ ലക്ഷണം, ദൈവദർശനം ലഭിക്കുന്നവൻ്റെ ഉള്ളിൽ എപ്പോഴും പ്രകാശമുണ്ടായിരിക്കും. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. വീണ്ടും പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. നാം ലോകത്തിൻ്റെ പ്രകാശമായി മാറും. അതുകൊണ്ട് ദൈവദർശനം ലഭിക്കുന്ന വ്യക്തികൾക്ക്, ഒന്ന്, അവൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിനും നിലപാടിനും വ്യത്യാസം ഉണ്ടായിരിക്കും. 2, അവൻ്റെ കാലുകൾ തറയിലാണെങ്കിലും സ്വർഗത്തിൽ പിടിയുള്ളവനായിരിക്കും അവൻ. 3, അവൻ നിത്യജീവനുള്ളവനായിരിക്കും. 4-മത്തത് നമ്മൾ കണ്ടു, അവരെ സംബന്ധിച്ചുള്ള ഉള്ളിലെ വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കും. 5-മത്തത് ആനന്ദമുള്ളവരായിരിക്കും. ഇപ്രകാരം ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മീയരാകാൻ നമുക്ക് ശ്രമിക്കാം.
റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ ശ്ലീഹ പറയുന്നുണ്ടല്ലോ, ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പരിശുദ്ധാത്മാവ് വഴി ദൈവദർശനമുള്ളവരാകുവാനും ഞങ്ങളെ സംബന്ധിച്ച പദ്ധതി എന്താണെന്നും അവരെ സംബന്ധിച്ച ദൈവിക പദ്ധതി എന്താണെന്നും തിരിച്ചറിഞ്ഞ് അത് അറിയിക്കുന്നവരാകുവാനും സ്വപ്നങ്ങളുള്ളവരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ സ്വപ്നം നഷ്ടപ്പെട്ടു ആകാതെ ഞങ്ങളെല്ലാവരും സ്വപ്നമുള്ളവരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം ഈ വചനം ശ്രവിച്ച ഓരോ മക്കളെയും ഇപ്പോൾ അവിടുന്ന് ഉള്ളിൽ ആത്മാവിനെ നിറച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് മാറുന്ന, നിലപാട് മാറുന്ന, ആനന്ദമുണ്ടാകുന്ന, പ്രകാശമുണ്ടാകുന്ന അരൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.